നെക്സ്റ്റ് നമ്മൾ മൊഡ്യൂൾ 5 മൂവ് ചെയ്യുന്നത്. മൊഡ്യൂൾ 4 വരെയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി മൊഡ്യൂൾ 5 പോവുകയാണ്. മൊഡ്യൂൾ 5 നമുക്ക് കുറച്ച് പ്രൊജക്ഷൻസ്, മെയിൻലി നമുക്ക് 2 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. പ്രൊജക്ഷൻസും അതുപോലെ തന്നെ ബഫറിങ്ങും. ഓക്കെ, അപ്പം പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻസിന് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ: പാരലൽ പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, ദെൻ വിസിബിൾ ചെയ്യുന്ന ഏതൊക്കെയാണ് നമ്മൾ കാണുന്ന സർഫസിൻ്റെ അതിൻ്റെ ഡിറ്റക്ഷനും ആ ഡിഫറെൻറ്റ് ഡിറ്റക്ഷൻ ബഫറിങ് അൽഗോരിതവും. ഓക്കെ, ഇസഡ് ബഫർ അൽഗോരിതം, എ ബഫർ അൽഗോരിതം, ദെൻ ഡെപ്ത് സോർട്ടിംഗ് മെത്തേഡ്, സ്കാൻ ലൈൻ അൽഗോരിതം. അപ്പം ഇത്രയുമാണ് മൊഡ്യൂൾ 5 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം മൊഡ്യൂൾ 5 ഫസ്റ്റ് ടോപ്പിക്കായ പ്രൊജക്ഷനിലോട്ട് നമുക്ക് നോക്കാം. അപ്പം പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3D ഒബ്ജക്റ്റിനെ അതിൻ്റെ കറസ്പോണ്ടിങ് 2D ഒബ്ജക്റ്റിലോട്ട് മാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മാപ്പിംഗ് ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഫ്രം 3D ടു 2D വ്യൂ. ഒരു 3D വ്യൂവിലുള്ള ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ കറസ്പോണ്ടിങ് 2D വ്യൂവിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് XYZ പ്ലെയിനിൽ ഇരിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിന് അതിൻ്റെ കറസ്പോണ്ടിങ് XY പ്ലെയിനിലോട്ട് മൂവ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഇസഡ് ഇല്ല XY പ്ലെയിനിലോട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുന്നതിനെയാണ് മാപ്പിംഗ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ്, അല്ലാതെ ഒരു 3D ഒബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ് വേൾഡ് കോർഡിനേറ്റ്സിൽ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് വ്യൂ ഇൻ കോർഡിനേറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. ആ ട്രാൻസ്ഫോം ചെയ്യുന്നത് വ്യൂ ആണ് 3 ഡയമെൻഷനിൽ നിന്ന് 2 ഡയമെൻഷനിലോട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതാണ് XYZ എന്ന് പറയുന്ന 3Dയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് XY എന്ന് പറയുന്ന 2D ഒബ്ജക്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്ഷൻസിനെ മെയിൻലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പാരലൽ പ്രൊജക്ഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാരലൽ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും യൂണിവേഴ്സിറ്റിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ളൊരു ടോപ്പിക്ക് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാരലൽ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. അതിനുശേഷം പാരലൽ പ്രൊജക്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം എന്താണ് പാരലലും പെർസ്പെക്റ്റീവും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ 3Dയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ 2Dയിലോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2Dയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ കോർഡിനേറ്റ്സിനെ നമ്മൾ എന്താണ്? ഒരു പാരലൽ ലൈനിലൂടെ വഴിയായിരിക്കും നമ്മൾ എന്തിലാണ് 3Dയിൽ നിന്ന് 2Dയിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. എലോങ് എ പാരലൽ ആക്സിസ്. ഒരു പാരലൽ ആക്സിസ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? 3Dയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ 2Dയിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദ പ്രൊജക്ഷൻസ് ആർ പെർഫോംഡ് ടു ബി വ്യൂയിങ് പ്ലെയിൻ എലോങ് എ പാരലൽ ലൈൻസ്. പാരലൽ ലൈൻ വഴിയായിരിക്കും നമ്മളൊരു പ്ലെയിനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു വ്യൂയിങ് ഒബ്ജക്റ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓൾ ദ പ്രിസർവ് റിലേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രാഫ്റ്റിംഗ് എ പ്രൊസീജിയർ. അതായത് എല്ലാ റിലേറ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും നമ്മളിതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്യുറേറ്റ് വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു 3Dയിലൊരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ അതുപോലുള്ള ഒരു പ്രസൻറ്റേഷൻ നമുക്ക് 2Dയിൽ കിട്ടത്തില്ല. 3Dയിൽ കാണുന്ന അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് 2Dയിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ആക്യുറൻസി വളരെ കറക്റ്റായിട്ടായിരിക്കും ആക്യുറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രൂ ലെങ്ത് ആയിരിക്കും ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ലൈൻ, ഇവിടെ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പ്ലെയിൻ P1 P2 എന്ന് പറയുന്നതാണ് നമ്മളുടെ ലൈൻ. ആ ലൈനിന് നമ്മൾ എന്താണ് 2D എന്ന് പറയുന്ന ഈ ഒരു വ്യൂയിങ് പ്ലെയിനിലോട്ട് നമ്മൾ എലോങ് പാരലൽ ആക്സിസ്, കണ്ടോ, പാരലലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പം ഈ P1 P2ൻ്റെ ലെങ്ത് എന്താണോ ആ സെയിം ലെങ്ത് തന്നെ നമുക്കിവിടെയും ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടും. അതായത് ട്രൂ ലെങ്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. P1 P2 എന്ന് പറയുന്നത് എലോങ് എ പാരലൽ ആക്സിസ് നമ്മൾ എന്താണ് P1' P2' എന്ന് പറയുന്ന ആ വ്യൂയിങ് പ്ലെയിനിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആക്യുറസി ഹൈ ആയിരിക്കും, പക്ഷേ നമുക്ക് എന്താണ് ഒരു 3Dയിൽ കിട്ടുന്ന അത്രയും ഒരു ക്ലാരിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. അതുപോലെ തന്നെ എന്താണ് ട്രൂ ലെങ്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഇതൊക്കെയാണ് പാരലൽ പ്രൊജക്ഷൻ്റെ അഡ്വാൻറ്റേജ്. ഇനി പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഇതാണ് പാരലൽ പ്രൊജക്ഷൻ. ഓക്കെ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഒബ്ജക്റ്റ് ആർ ട്രാൻസ്ഫോംഡ് ടു എ വ്യൂ പ്ലെയിൻ എലോങ് എ ലൈൻ ദാറ്റ് കൺവേർജ് ഇൻ ടു എ പോയിന്റ് കോൾഡ് പ്രൊജക്ഷൻ കൺവേർജൻസ് പോയിന്റ്. അതായത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ട പോയിന്റിനെ, ഇപ്പം P1 P2 എന്ന് പറയുന്നൊരു 2 പോയിന്റ് ഉണ്ട്. ആ 2 പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു പ്രൊജക്ഷൻ റെഫറൻസ് പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിനെ രണ്ടിനെയും ഒരു പ്രൊജക്ഷൻ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുകയാണ്. ഈ ഒരു പ്രൊജക്ഷൻ പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ P1 എന്ന് പറയുന്നത് P2 എന്ന് പറയുന്ന ലൈനിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുന്നത്. അപ്പം
അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മളുടെ P1 P2 എന്ന് പറയുന്ന ലൈനിനെ നമ്മളൊരു പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ആ പോയിന്റിൽ എവിടെയാണോ നമ്മളുടെ വ്യൂ പ്ലെയിനിൽ ആ P1 P' കടന്നു പോകുന്നത്, ആ ഒരു ലൈനിനെ ആയിരിക്കും നമ്മൾ എന്താണ് P1' P2' എന്ന് പറഞ്ഞ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്ഷൻ റെഫറൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ റെഫറൻസ് പോയിന്റിലോട്ട് നമ്മൾ കൺവേർജ് ചെയ്യും P1 P2ന്. അതിനുശേഷം ആ P1 P2 കടന്നു പോകുന്ന നമ്മളുടെ ആ വ്യൂയിങ് പ്ലെയിനിൽ കടന്നു പോകുന്ന ആ P1 P2 പാസ് ചെയ്ത് പോകുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് 2D ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിൻ്റെ P1 P2ൻ്റെ ആക്ച്വൽ ലെങ്ത് നമുക്ക് കിട്ടത്തില്ല. കാര്യം ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് P1 P2 നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ലെങ്ത് കൂടിയും കുറഞ്ഞിരിക്കും. അതായത് ഒബ്ജക്റ്റിനോട് ചില സമയത്ത് ഇത് ക്ലോസർ ആയിരിക്കും, ക്ലോസർ ആകുമ്പം ഷോർട്ടർ ആയിരിക്കും. ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഒത്തിരി വന്നിട്ടായിരിക്കും ഒരു പോയിന്റിലോട്ട്, അപ്പോൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ പലപ്പോഴും പലതായിട്ട് ഇത് ഇവിടെ ആ P1 P2 എങ്കിൽ നമുക്ക് ഈ ഒരു ലെങ്ത് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ P1 P2 ഇവിടെ വന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലെങ്ത്തിൽ നമുക്കിവിടെ കിട്ടിയത്. അപ്പം ഇതിനകത്ത് എന്താണ് ആക്ച്വൽ ലെങ്ത് നമുക്ക് കിട്ടത്തില്ല, ഒബ്ജക്റ്റിൻ്റെ എന്താണ് ട്രൂ ലെങ്ത് ആയിരിക്കത്തില്ല നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഓൾ അറൗണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോങ് എ പാരലൽ ആക്സിസ് നമ്മളൊരു പോയിന്റിന് വ്യൂയിങ് പ്ലെയിനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 3Dയിൽ നിന്ന് 2Dയിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഇവിടെ ആക്യുറസി ഉണ്ടാവും, അതുപോലെ തന്നെ ട്രൂ ലെങ്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പക്ഷേ ഒരു 3Dയുടെ ഒറിജിനൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ P1 P2 എന്ന് പറയുന്ന പോയിന്റിന് 3Dയിലിരിക്കുന്ന ഒരു പോയിന്റിനെ 2Dയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനെ കൺവേർജ് ചെയ്ത് എന്തുണ്ടാക്കും പ്രൊജക്ഷൻ റെഫറൻസ് പോയിന്റ് ഉണ്ടാക്കും. ആ പോയിന്റ് പാസ് ചെയ്ത് പോകുന്ന വ്യൂയിങ് പ്ലെയിനിൽ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ആയിരിക്കും നമ്മൾ P1' P2' ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇതായിരിക്കും എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ പാരലൽ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം അതിനൊരു എക്സാമ്പിൾ ഫിഗറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഇവിടെ നമ്മൾ P1 P2 2 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു പോയിന്റ്, ഇത് ആദ്യത്തെ പോയിന്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റിൽ കണ്ടോ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കണ്ടോ, ലെങ്തിന് വരുന്ന ഡിഫറൻസ് ചിലപ്പം ദൂരെ ഇരിക്കുന്നതിന് ലെങ്ത് കൂടുതലായിരിക്കും, അടുത്തിരിക്കുന്നതിന് ലെങ്ത് കുറച്ചുകൂടെ അധികം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഡിഫറൻസ് ഇതിനകത്ത് വരാം. ദ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഓഫ് എ ഈക്വൽ സൈസ്ഡ് ഒബ്ജക്റ്റ്, ഈ S1 S2 ഈക്വൽ സൈസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്, പക്ഷേ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ദേ പ്ലേസ്ഡ്. ഓക്കെ, അത് S1 S2 ഇരിക്കുന്നത് ഒന്നെങ്കിൽ ക്ലോസർ ടു വ്യൂ പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫാർ അവേ ഫ്രം നമ്മളുടെ വ്യൂ പ്ലെയിൻ ആയിരിക്കും. അതനുസരിച്ച് നമ്മളുടെ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പ്രൊജക്ഷൻസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പാരലൽ പ്രൊജക്ഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഇനി എന്താണ് നമ്മൾ പഠിക്കുന്നത്, ഈ പാരലൽ പ്രൊജക്ഷനെ തന്നെ നമ്മൾ എഗെയിൻ എന്താണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ദെൻ ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ, ദെൻ ഒബ്ലിക് പ്രൊജക്ഷൻ. അതിനകത്ത് ആക്സോണോമെട്രിക് പ്രൊജക്ഷനെ തന്നെ നമ്മൾ ട്രൈമെട്രിക്, ഡൈമെട്രിക്, ദെൻ ഐസോമെട്രിക് എന്ന് എഗെയിൻ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി നോക്കുന്നത് എന്താണ് പാരലൽ പ്രൊജക്ഷൻ, വാട്ട് ആർ ദ കാറ്റഗറൈസേഷൻ ഓഫ് പാരലൽ പ്രൊജക്ഷൻ. ഓക്കെ, പാരലൽ പ്രൊജക്ഷൻ മെയിൻലി 3 ടൈപ്പാണുള്ളത്, ഓർത്തോഗ്രാഫിക്, ആക്സോണോമെട്രിക് ആൻഡ് ഒബ്ലിക്. ഓക്കെ, എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ പാരലൽ പ്രൊജക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മളുടെ പ്രൊജക്റ്റ് ചെയ്യേണ്ട പോയിൻറ്റ്സ് എലോങ് എ പാരലൽ ആക്സിസ് ആയിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഫ്രം 3D to 2D. ഓക്കെ, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മെയിൻലി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാരലൽ ലൈൻസ് ആർ നോൺ ആസ് പ്രൊജക്ഷൻ ലൈൻസ്. ആ പാരലൽ ലൈൻസിനെ നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് എന്നും പറയും. അത് ഡയറക്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു, പ്രൊജക്ഷൻ ലൈൻ ആസ് കോൾഡ് വെക്റ്റർ എന്നും പറയും. ഓക്കെ, ആ പാരലൽ ലൈൻസിനെ നമ്മൾ എന്തെന്ന് പറയും, പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയും. അതുപോലെ തന്നെ ആ ഒരു ടച്ച് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ എന്താണ് പ്രൊജക്ടർ വെക്റ്റർ എന്നും പറയും. അപ്പോൾ മെയിൻലി പാരലൽ പ്രൊജക്ഷൻസിനെ മെയിൻലി 3 കാറ്റഗറൈസേഷനാണുള്ളത്. ഫസ്റ്റ് വൺ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഈസ് ദ പ്രൊജക്റ്റ് ആൻഡ് വെക്റ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ വ്യൂ പ്ലെയിൻ. വ്യൂ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ XYZ. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, XYയിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ XYZ എന്ന് പറയുന്ന പോയിന്റ് XYയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ വ്യൂ പ്ലെയിൻ. ഈ വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ഫ്രണ്ട്, സൈഡ് ആൻഡ് റെയർ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും അതുപോലെ തന്നെ സൈഡ് വ്യൂസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ദ ഫ്രണ്ട്
സൈഡ് ആൻഡ് റയർ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് ഈസ് നോൺ ആസ് എലിവേഷൻ. അപ്പം ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ എന്താണ് നമുക്ക് ഫ്രണ്ടും കാണാൻ പറ്റും, അതുപോലെ തന്നെ ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ഫ്രണ്ട് വ്യൂവിനെയും സൈഡ് വ്യൂവിനെയും നമ്മൾ എന്ത് പറയും? എലിവേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വ്യൂവിനെ എന്ത് പറയും? പ്ലെയിൻ വ്യൂ എന്നും പറയും. അപ്പം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി പ്രൊജക്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട്, സൈഡ്, റെയർ പ്രൊജക്ഷൻസിനെ നമ്മൾ എന്ത് പറയും? എലിവേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിനെ നമ്മൾ എന്ത് പറയും? പ്ലെയിൻ വ്യൂ എന്നും പറയും. ഓക്കെ, അപ്പം ഇറ്റ് ആക്യുറേറ്റ്ലി ഷോ ദ കറക്റ്റ് ഓർ ട്രൂ സൈസ് ഓഫ് ആൻഡ് ഷേപ്പ് ഓഫ് എ സിംഗിൾ ഫേസ്. അതായത് നമുക്ക് അതിനകത്ത് ട്രൂ സൈസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. കാര്യം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഒറിജിനൽ സൈസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഒബ്ജക്റ്റ്, ഒരു 3D ഒബ്ജക്റ്റ് ഇതാണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ ഇതാണ്, സൈഡ് വ്യൂ ഇതാണ്, ഫ്രണ്ട് വ്യൂ ഇതാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂവിനെ നമ്മൾ എന്ത് പറയും? പ്ലെയിൻ വ്യൂ എന്ന് പറയും. സൈഡ് വ്യൂവിനെയും റെയർ വ്യൂവിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയും? എലിവേറ്റർ എന്നും പറയും. ഓക്കെ, അതിനൊരു സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഫോർ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ XYZ ഇരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഒബ്ജക്റ്റിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാണ്? XY എന്ന് പറയുന്ന 2D പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മളുടെ അതിനകത്ത് Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടേണ്ട. ഡെപ്ത് ഇൻഫർമേഷൻ നമ്മൾ കളയും. XP എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു X ആണ്, YP എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു Y ആണ്. XP എന്ന് പറഞ്ഞാൽ എന്താണ്? XP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന, അതായത് എക്സിൻ്റെ പ്രൊജക്റ്റഡ് ലൈനാണ് എക്സ്. ഓക്കെ, അതായത് ട്രൂ ലെങ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അപ്പം എക്സിൻ്റെയും വൈയുടെയും ലെങ്ത് എന്താണോ ആ ലെങ്ത് തന്നെയായിരിക്കും XP YP. XP YP എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പ്രൊജക്ഷൻ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എന്ത് തന്നെയായിരിക്കും? നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് XYZ എങ്കിൽ ഈ ഒരു XYZൻ്റെ ലെങ്ത് ഇതാണ് എങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിനിലും XYZൻ്റെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും? ഈ ട്രൂ ലെങ്ത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂ XPയിൽ എന്ത് തന്നെയായിരിക്കും? X തന്നെയായിരിക്കും. YP എന്ന് പറയുന്ന പോയിന്റിൽ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ XP എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ XPയുടെ വാല്യൂ എന്താണ്? X തന്നെയായിരിക്കും. YPയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? Y തന്നെ ആയിരിക്കും. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. XP ഈക്വൽ ടു X, YP ഈക്വൽ ടു Y. Z എന്ന് പറഞ്ഞാൽ എന്താണ്? Z വാല്യൂസ് പ്രിസർവ്ഡ്. നമ്മൾ എന്താണ്? ഡെപ്ത് ഇൻഫർമേഷന് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിന് വേണ്ടി നമുക്ക് Z-ൻ്റെ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. XP ഈക്വൽ ടു Xും YP ഈക്വൽ ടു Yയും. Z എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വിച്ച് ഈസ് യൂസ്ഡ് for some other applications. Okay, അതാണ് ഫസ്റ്റ് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ദെൻ സെക്കൻഡ് പ്രൊജക്ഷൻ ആണ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ സെയിം as ഓർത്തോഗ്രാഫിക് ആണ്. ബട്ട് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അലോങ് പെർപെൻഡിക്കുലർ ടു ദ വ്യൂ പ്ലെയിൻ തന്നെയായിരിക്കും. പക്ഷേ ഇതിനകത്ത് നമുക്ക് മോർ ദാൻ വൺ ഫേസിൽ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് അറ്റ്ലീസ്റ്റ് 3 ഫേസസ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമ്മൾ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിനെ കിട്ടിയാൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂവ്, സൈഡ് വ്യൂവ്, റെയർ വ്യൂവ് ഒക്കെ കാണാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എന്തിലും കാണാൻ പറ്റും? ആക്സോണോമെട്രിക് പ്രൊജക്ഷനിലും കാണാൻ പറ്റും. പ്ലസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂവിന് നമുക്ക് അറ്റ്ലീസ്റ്റ് 3 ട്രാൻസ്ഫോർമേഷൻ നടത്താനായിട്ട് പറ്റും. അതായത് ഈ ഫ്രണ്ട് വ്യൂവിനെ തന്നെ നമുക്ക് ഒന്നെങ്കിൽ സ്കെയിൽ ചെയ്യാം, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ഏതൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ഒരൊറ്റ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മറ്റേതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഒന്നിൽ കൂടുതൽ ഫേസസിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് അത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ വരുന്നത്. ആക്സോണോമെട്രിക് ഫേസസിലും ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇതും ഫ്രണ്ട് വ്യൂ തന്നെ കാണും, ഇതിലും ഫ്രണ്ട് വ്യൂ തന്നെ ആയിരിക്കും കാണുന്നത്. ഈ ഫ്രണ്ട് വ്യൂവിൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവിനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സ്കെയിൽ ചെയ്തോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തോ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ആക്സോണോമെട്രിക് പ്രൊജക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് എഴുതിയിരിക്കുന്നത്. വിച്ച് ഡിസ്പ്ലേ മോർ ദാൻ വൺ ഫേസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, അറ്റ്ലീസ്റ്റ് 3 ഫേസസ് ആർ ഷോൺ ബൈ മാനിപ്പുലേറ്റിംഗ് ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അതായത് ഏതെങ്കിലും ഒരു ഫേസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്ത് മാറ്റും? മാനിപ്പുലേറ്റ് ചെയ്ത് മോർ ദാൻ വൺ ഫേസസിൽ നമുക്കതിനെ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ആക്സോണോമെട്രിക് പ്രൊജക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. പ്ലസ് ഇതിനകത്ത് എന്തുണ്ട്?
ആക്സിനോമെട്രിക് പ്രൊജക്ഷൻസ് ആർ ഡിറൈവ്ഡ് ഇൻറ്റു 3 ബേസ്ഡ് ഓൺ ആക്സിനോമെട്രിക് പ്രൊജക്ഷൻസിന് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? ഒരു ത്രോ ഷോർട്ടനിങ് ഫാക്ടറിൻ്റെ ബേസിസിലായിരിക്കും ഒരു ആക്സിനോമെട്രിക് പ്രൊജക്ഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആയിരിക്കും ഒരു ആക്സിനോമെട്രിക് പ്രൊജക്ഷനകത്തുള്ളത്: ഐസോമെട്രിക്, ഡയമെട്രിക് ആൻഡ് ട്രൈമെട്രിക് പ്രൊജക്ഷൻസ്. ഇനി ഈ ത്രോ ഷോർട്ടനിങ് ഫോഴ്സ് ഷോർട്ടനിങ് ഫാക്ടർ എന്താണെന്ന് നമ്മൾ നോക്കണം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എ പ്രൊജക്റ്റൽ ലെങ്ത് ടു ട്രേസ് ലെങ്ത് ഓഫ് ആൻ ലൈൻ. അപ്പോൾ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ലെങ്ത്തും ആ ട്രേസ് ലെങ്ത്ത് തമ്മിലുള്ള ലൈനിൻ്റെ ഡിഫറൻസിനായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രോ ഷോർട്ടനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്താണ് നമ്മൾ പറഞ്ഞില്ലേ ട്രൂ ലെങ്ത് തന്നെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ചില കേസസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രാൻസ്ഫോർമേഷനോ റൊട്ടേഷനോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെങ്ത് വേരി ചെയ്ത് കിട്ടാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കിട്ടുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രണ്ട് സൈസാണ് നമുക്ക് കിട്ടിയത്. ആ ഫ്രണ്ട് സൈസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്കെയിൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒബ്ജക്റ്റിൻ്റെ എക്സ് വൈ ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ മാറും. അന്നേരത്തേക്ക് എന്താണ്? ഈ ഇവിടുത്തെ ലെങ്ത് തന്നെ ആയിരിക്കത്തില്ല നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രോ ഷോർട്ടനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രൈമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രോ ഷോർട്ടനിങ് ഫാക്ടേഴ്സ് ഓൾ ദ ത്രീ ഫോഴ്സ് ഷോർട്ടനിങ് ഫാക്ടേഴ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് നമുക്ക് കിട്ടുന്ന എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും ട്രൈമെട്രിക് എന്ന് പറയും. അറ്റ്ലീസ്റ്റ് 2 ട്രാൻസ്ഫോർമേഷൻ ഈക്വൽ ആണെങ്കിൽ ഡയമെട്രിക് എന്നും പറയും. എല്ലാ ട്രാൻസ്ഫോർമേഷൻ്റെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ, അതായത് എക്സ് വൈ ഇസഡ് 1 2 3 ആണ് 1 2 ആണെങ്കിൽ ആ 1 2 തന്നെയാണ് നമ്മൾ ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷനും കിട്ടിയതെങ്കിൽ നമുക്കതിനെ എന്ത് പറ്റും? ഐസോമെട്രിക് പ്രൊജക്ഷൻസ് എന്ന് പറയും. അപ്പം ത്രോ ഷോർട്ടനിങ് ഫാക്ടറിൻ്റെ ബേസിസിലാണ് ആക്സിയോമെട്രിക് പ്രൊജക്ഷൻസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ട്രൈമെട്രിക്, ഡയമെട്രിക് ആൻഡ് ഐസോമെട്രിക്. All the force shortening factors are equal, then it is called isometric. At least 2 are equal, then it is called diametric. No one are equal, then it is called trimetric projections. Okay, അതാണ് ആക്സിയോമെട്രിക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് എല്ലാ ലൈൻസും അതുപോലെ നമുക്ക് വ്യൂ ചെയ്യും. സോ ഇതെന്താണ്? ഐസോമെട്രിക് പ്രൊജക്ഷന് ഈക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് വണ് ഒബ്ലിക് പ്രൊജക്ഷൻ. ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ലിക് പ്രൊജക്ഷൻ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ലിക് പ്രൊജക്ഷൻ മാത്രം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റേതെല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാൻസ്ഫോർമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ആക്സിനോമെട്രിക് പ്രൊജക്ഷനും എലോങ് പെർപെൻഡിക്കുലർ ആക്സിസിലാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഒബ്ലിക് പ്രൊജക്ഷൻ വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ പ്രൊജക്റ്റിംഗ് ദ പോയിന്റ്സ് എലോങ് പാരലൽ ലൈൻസ് വഴിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊജക്റ്റ് ചെയ്യുന്നത്. എന്തിൽ പ്രൊജക്ഷനാണ്? ഒബ്ലിക് പ്രൊജക്ഷനിൽ നോട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ പ്രൊജക്ഷൻ ലൈൻ. ഇത് വ്യൂ പ്ലെയിൻ എന്താണ്? പാരലായിട്ടായിരിക്കും കാണുന്നത്. അതായത് നമ്മൾ ഒബ്ലിക് ആയിട്ടായിരിക്കും വ്യൂ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പോയിന്റിന് സ്ലൈറ്റ് ആയിട്ടുള്ള സ്ലോപ്പിംഗ് ഉണ്ടാവും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഒരു സ്ലോപ്ഡ് ലൈൻ ആയിരിക്കും നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്? പാരലൽ ടു ദ പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ വ്യൂ പ്ലെയിൻ. ഈ വ്യൂ പ്ലെയിനിൽ നമുക്ക് പോയിന്റ് എക്സ് വൈ ഇസഡിനെ നമുക്ക് എക്സ് വൈയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതായത് എലോങ് സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്ന് നമ്മൾ പറഞ്ഞു, ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡിഫറൻസ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ആൽഫ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ എക്സ് പി വൈ പി എന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആൽഫയും ഒറിജിനലായിട്ട് നമുക്ക് കിട്ടുമല്ലോ, എലോങ് പാരലായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ കിട്ടുമല്ലോ. ആ ആംഗിളിനെ നമ്മൾ ഫൈ എന്ന് പറയുന്നുണ്ട്. ആ ഒറിജിനൽ പോയിന്റിനെയാണ് നമ്മൾ എക്സ് വൈ എന്ന് പറയുന്നത്. ആ എക്സ് പിയും വൈ പിയും എക്സും വൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ നമ്മൾ എന്തെന്നും പറഞ്ഞിട്ടുണ്ട്? എൽ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മളുടെ അക്കോർഡിംഗ് ടു നമ്മളുടെ ട്രിഗണോമെട്രിക് ഫോർമുല നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? എന്താണ്? കോസ് തീറ്റ സൈൻ ഫൈയും കോസ് ഫൈയും കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസും അതുപോലെ തന്നെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈപ്പോട്ട്നൂസ് എന്താണ്? ഡിഫറൻസ് ആണ്. സോ എല്ലാണ് വരുന്നത്. സോ നമ്മളുടെ ഇക്വേഷൻസ് എങ്ങനെ വരും? നമ്മളുടെ ഇതെല്ലാം അതിൻ്റെ എന്താണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം എക്സ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പി എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റൽ ലൈനാണ്. പ്രൊജക്റ്റൽ എന്താണ്? എക്സ് പ്ലസ് എൽ കോസ് ഫൈ ആണ്. അതായത് കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ് ആയിരിക്കും. അഡ്ജസൻറ്റ് സൈഡ് ബൈ എൽ ആണ്. സോ എക്സ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് എൽ കോസ് ഫൈ എന്നും വൈ പി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ പ്ലസ് എൽ സൈൻ ഫൈ എന്നും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടും. ഓക്കെ,
അപ്പം എക്സ് പിയുടെയും വൈ പിയുടെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ കേസിൽ, അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എക്സ് പി ഈക്വൽ ടു എക്സും വൈ പി ഈക്വൽ ടു വൈ ആണെന്ന്. അത് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ, ട്രിഗണോമെട്രിക് ഇക്വേഷൻ. അക്കോർഡിംഗ് ടു എന്താണ് ഒബ്ലിക് പ്രൊജക്ഷൻ, എക്സ് പി വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എൽ കോസ് ഫൈ, വൈ പി വാല്യൂ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എൽ സൈൻ ഫൈ. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇസഡ് ആക്സിസിൻ്റെ ബേസിസിലായിരിക്കുന്നെങ്കിൽ കോസ് ഫൈ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ സൈൻ ഫൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആയിരിക്കും. സോ അത് വെച്ചിട്ടാണ് നമുക്ക് എക്സ് പിയും വൈ പിയും നമുക്ക് വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്തത്. എക്സ് പി ഈക്വൽ ടു എക്സ് പ്ലസ് എൽ കോസ് തീറ്റയും വൈ പി ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എൽ സൈൻ തീറ്റയും. ദെൻ ടാൻ ആൽഫ ഇവിടുന്ന് എങ്ങനെ കിട്ടും? ആംഗിൾ ആൽഫയാണ് ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത് എൽ, അതായത് എക്സ് പി വൈ പിയും എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. സോ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ എൽ ആയിരിക്കും. സോ അതിൽ നിന്ന് എല്ല് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എൽ ഈസ് ഈക്വൽ ടു ഇസഡ് ടാൻ ആൽഫ. അപ്പം നമുക്ക് എല്ലിൻ്റെ വാല്യൂ കിട്ടി. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇസഡ് എൽ എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടും. സോ ആ ഇസഡ് എൽ എന്ന് പറഞ്ഞ വാല്യൂ എന്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമ്മളുടെ എല്ലിൻ്റെ ഇക്വേഷനിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുക. സോ ഇവിടെ എന്ത് കിട്ടും? എക്സ് പി ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ് ഓഫ് L1 കോസ് ഫൈയും വൈ പി ഈസ് ഈക്വൽ ടു ഇസഡ് വൈ പ്ലസ് ഇസഡ് L1 സൈൻ ഫൈ എന്നും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ മെട്രിക്സ്. അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എങ്ങനെ എഴുതും? 1 0 L കോസ് ഫൈ L സൈൻ ഫൈ, ബാക്കി 0 0 0 0 0 1. ഓക്കെ, അതാണ് നമ്മളുടെ അതിൻ്റെ പാരലൽ പ്രൊജക്റ്റഡ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ടാൻ ആൽഫ എങ്ങനെ കിട്ടി, സൈൻ ഫൈ എങ്ങനെ കിട്ടി, കോസ് ഫൈ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? ഒബ്ലിക് പ്രൊജക്ഷനിലുള്ളത്. ഒബ്ലിക് പ്രൊജക്ഷൻ 4 മാർക്കിന് ചിലപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കുക. പ്ലസ് എന്തും കൂടെ വരയ്ക്കുക, അതിൻ്റെ എന്താണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതും കൂടെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാരലൽ പ്രൊജക്ഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. മെയിൻലി 3 ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ, ലാസ്റ്റ് വൺ ഒബ്ലിക് പ്രൊജക്ഷൻ. സോ ഒബ്ലിക് പ്രൊജക്ഷനും അതിൻ്റെ ഇക്വേഷൻസും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാരലൽ പ്രൊജക്ഷൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഏത് പ്രൊജക്ഷൻസ് പഠിക്കാം, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.